ശരി രാഹുൽ, ഈ സ്ത്രീകൾക്കെതിരായ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസുകളിലൊക്കെ പെടുന്ന പുരുഷന്മാർക്ക് സംരക്ഷണം ഏകാനുള്ള ഒരു സംവിധാനം വേണം എന്നതാണ് ചുരുക്കം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു. ഞാൻ അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് വരാം. ഇപ്പൊ കേരളത്തില് വലിയ ഒരു ചരിത്രപരമായ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം ചിലപ്പം ഇന്ത്യ ഒട്ടും കാണാനും സാധ്യതയുണ്ട്. അത് മറ്റൊന്നുമല്ല, പുരുഷ കമ്മീഷൻ വരാൻ പോവുകയാണ്. അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് ഈ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളാണ്. അത് മാത്രമല്ല, ഇതിന്റെയൊക്കെ തുടക്കം സംഭവിച്ചത് ഈ ചന്തിക്കാരി ഹണിറോസിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതാണ് ഇപ്പോൾ വാഗ്വാദങ്ങൾക്ക് ഒടുവിൽ പുരുഷ കമ്മീഷനായി മാറാൻ പോകുന്നത്. അപ്പോൾ ഈ പുരുഷ കമ്മീഷനായി മാറും, പുരുഷ കമ്മീഷൻ വരും എന്നായപ്പോൾ ഫെമിനിസ്റ്റുകൾക്ക് അതിമാരകമായ രീതിയിലാണ് കുരു പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ മേഖലയിലും നമുക്ക് പ്രകടമായി തന്നെ കാണാൻ സാധിക്കുന്നുമുണ്ട്. എന്തായാലും മനസ്സിലാക്കേണ്ടത്, ഈ ഫെമിനിസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതായത് സ്ത്രീകൾ മാത്രമാണ് എല്ലാം ശരി, സ്ത്രീകൾക്ക് മാത്രമാണ് എല്ലാ അവകാശങ്ങൾക്കും അധികാരം എന്നുള്ള ഈ കാഴ്ചപ്പാടിൽ നടക്കുന്ന ചില അല്ലെങ്കിൽ ഒരുപാട് ലോകവ്യാപകമായിട്ടുള്ള ഫെമിനിസ്റ്റുകളുണ്ടല്ലോ. ഈ ഫെമിനിസ്റ്റുകളുടെ സർക്കസ് പല രാജ്യങ്ങളിൽ നിന്നും അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ റഷ്യ തന്നെ അതിന് മുൻകൈ എടുത്തിരിക്കുകയാണ്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ അവരുടെ സംഘടന റഷ്യയിൽ അനുവദിക്കില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവിടെയും ഫെമിനിസം ശക്തമായി നേരിടാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപും. ജപ്പാനിലാണെങ്കിൽ ഫെമിനിസം കുറച്ചു കഴിഞ്ഞു. അതിനോടൊപ്പം തന്നെയാണ് ഈ ജെൻഡർ സെലക്ഷൻ ഉണ്ടല്ലോ, ഞാൻ ഇന്നതാണ് തിരഞ്ഞെടുക്കുന്ന, ആണാണോ പെണ്ണാണോ എന്നൊരു വ്യക്തി അത്ര തിരഞ്ഞെടുക്കുക, അതും ഈ പറഞ്ഞ പോലെ തന്നെ ട്രംപ് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ റഷ്യ, ജപ്പാൻ ഈ രാജ്യങ്ങളൊക്കെ തന്നെ ഈ മൂന്നാം ലിംഗം എന്ന് പറഞ്ഞ ഈ വ്യാജത്തിലുണ്ടല്ലോ അത് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഫെമിനിസ്റ്റുകൾക്ക് വലിയ അടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വക നീക്കങ്ങളൊക്കെ തന്നെ. അതിന്റെ ഇടയിലാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഇതുപോലെ പുരുഷ കമ്മീഷനും കൂടി വരാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഈ പുരുഷ കമ്മീഷൻ എന്ന് എല്ലാവരും ചിന്തിക്കും. പക്ഷെ അതിന്റെ മറുപടി വളരെ ലളിതമാണ്. കാരണം ഈ സ്ത്രീകൾ ഇന്ന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ, ഈ നിയമപരമായി കിട്ടുന്ന ആനുകൂല്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അവരിങ്ങനെ എല്ലാ പുരുഷന്മാരെയും പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, നിയമത്തിന് ഉപയോഗിച്ചുകൊണ്ട്, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇയാളെന്നെ പീഡിപ്പിച്ചു, ഇയാളെന്നെ നോക്കി, ഇയാളെന്നെ തൊട്ടു, ഇയാളെന്നെ മാന്തി, ഇയാളെ സിപ്പൂരി, അങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പുരുഷന്മാരുടെ സമൂഹത്തിൽ വഷളാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സ്ത്രീകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ സമൂഹം വിചാരിക്കുക സ്ത്രീ തന്നെയാണ് സത്യം പറയുന്നത്, വേറെയുള്ളവരൊക്കെ നുണയന്മാരാണ് എന്നുള്ള ഒരു ധാരണ വെച്ച് പുലർത്തുന്നുമുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് അവസാനിപ്പിക്കണം. കാരണം ഈ നുണ പറച്ചിൽ ആദ്യം അവസാനിപ്പിക്കണം. ഈ സ്ത്രീകൾ നടന്ന് നുണ പറയുകയാണെന്നുള്ളത് ഒരുപാട് കേസുകളുടെ വിധി പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. 94% ബലാത്സംഗ കേസുകളും വ്യാജമാണ് എന്നാണ് മൊത്തം ഇന്ത്യയിലുള്ള റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ ഈ 498A പറഞ്ഞ കേസൊക്കെ ഉണ്ടല്ലോ, ഈ ഗാർഹിക പീഡനം, ആ പീഡന കേസുകളിൽ നോക്കുകയാണെങ്കിൽ 96% വ്യാജ കേസുകളാണ്. അതൊക്കെ തന്നെ ഈ കോടതികളിൽ എത്തിയതിന് ശേഷം പിന്നെ തള്ളിപ്പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കോടതികൾ ഈ വിധി പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് വർഷങ്ങളോളം ഈ ഒരു ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബക്കാരെയും ശരിക്ക് ഈ ഭാര്യാസ്ഥാനത്തിരിക്കുന്ന സ്ത്രീ പീഡിപ്പിച്ചിട്ടുണ്ടാവും. കടുത്ത രീതിയിലുള്ള പീഡനങ്ങൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ജയിലിലിടലും സമൂഹത്തിൽ അവഹേളിക്കലൊക്കെ ആയിട്ട് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ പീഡിപ്പിക്കുന്നതിൽ കൂടെ പ്രതിവർഷം 45,000 മുതൽ 55,000 വരെ പുരുഷന്മാരാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മൾ അടുത്തൊരു സംഭവം കണ്ടല്ലോ, ഒരു സുഭാഷ് എന്ന മറ്റേ പേരായിട്ടുള്ള ബാംഗ്ലൂരിലുള്ള ഒരു IT വിദഗ്ധൻ, അയാളുടെ ഭാര്യ ഇതുപോലെ 100 തരം കേസ് കൊടുത്ത ആൾ അവസാനം ആത്മഹത്യ ചെയ്തു, ഒരു വീട് ഉണ്ടാക്കിയിട്ട്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയുന്നത് കുറച്ച് മാത്രമേ ഉള്ളൂ. വാർത്തകളിൽ കൂടെ നമ്മൾക്ക് കാണാം 45,000 മുതൽ 55,000 വരെ പുരുഷന്മാരാണ് പ്രതിവർഷം ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ ഇത്രക്കധികം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുക പറഞ്ഞാൽ, ഒരു അസുഖം പിടിച്ചിട്ട് പോലും ഇത്രക്കധികം പുരുഷന്മാർ മരിക്കൂല. അത്രക്കധികം പുരുഷന്മാരാണ് മരിച്ചൊടുങ്ങുന്നത് ഇന്ത്യയിൽ മാത്രം. അപ്പോൾ ഇത് അവസാനിപ്പിക്കണം. അതിന് ഈ വ്യാജ കേസുകളെ നേരിടാനുള്ള ഒരു കമ്മീഷൻ വേണം. അതാണ് ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ച ഒരു TV ചാനൽ നടക്കുകയാണ്. അതിൽ രാഹുൽ ഈശ്വറുണ്ട്, പിന്നെ ഒരുപാട് 4-5 ഫെമിനിസ്റ്റുകൾ മാന്താൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. കേട്ടു നോക്കി. അതായത് പരാതിക്കാരിയായ സ്ത്രീയുടെ ചിത്രമോ ഫോട്ടോയോ അല്ലെങ്കിൽ പേരോ ഒന്നും പലപ്പോഴും കൊടുക്കാറില്ല. കഴിഞ്ഞ സെപ്റ്റംബർ 10, 2024 ഹൈക്കോടതി വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ട് അക്യൂസ്ഡ് ആയ പുരുഷന്റെയും പേരോ ഫോട്ടോയോ കൊടുക്കരുത്, കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ. തീർച്ചയായും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ഇയാളുടെ പേരിൽ പൊങ്കാലയിടാം, ഇയാളെ ആക്രമിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ കോടതി പോലും ഹൈക്കോടതിയുടെ വിധിയിൽ ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അക്യൂസ്ഡിന്റെ റൈറ്റിനെ കുറിച്ച് കൂടി പരാമർശിച്ചിരിക്കുന്നത്. ആ വിധിയുടെ അന്തസ്സത്ത ഉൾക്കൊണ്ട് പുരുഷന്റെ പേരും ഐഡന്റിറ്റിയും കോടതി പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുന്നെന്നോ അല്ലെങ്കിൽ കോടതി കുറ്റക്കാരൻ
കുറ്റക്കാരനാണെന്നോ കണ്ടെത്തുന്നത് വരെ ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ ഡിമാൻഡ്. 3, പലപ്പോഴും നമ്മൾ റിക്വസ്റ്റ് ചെയ്യാറുള്ള ഒരു കാര്യം, സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ പരാതിക്കാരെ ഇരകൾ എന്ന് വിളിച്ചോളൂ, പക്ഷേ കോടതി കുറ്റക്കാരനാണ് കണ്ടെത്തുന്നത് ഈ രാഹുൽ, ഈ സ്ത്രീകൾക്കെതിരായ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസുകളിലൊക്കെ പെടുന്ന പുരുഷന്മാർക്ക് സംരക്ഷണം ഏകാനുള്ള ഒരു സംവിധാനം വേണം എന്നതാണ് ചുരുക്കം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നും ആവശ്യപ്പെട്ടാൽ മതിയായിരുന്നു. ഞാൻ താങ്കൾ അതിന്റെ വിശദമായ ചർച്ചയിലേക്ക് വരാം. ഫെമിനിസ്റ്റിക്ക് കുഴിപൊട്ടി ഇത് പറഞ്ഞപ്പോഴേക്കും എന്താ പറയുന്നത്? അപ്പൊ ഈ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് കുറ്റവാളികളെ സംരക്ഷിക്കാനല്ലേ എന്നാ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീ കമ്മീഷൻ എന്തിനാണ്? സ്ത്രീകളിലെ ക്രിമിനൽസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് പ്രത്യക്ഷമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ഡെഫിനേഷനിലെത്തുക? പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരിൽ പെട്ട നിരപരാധികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനാണ്. അതുമാത്രമല്ല, അവിടെ ഈ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, സാധാരണഗതിയിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ സ്ത്രീയുടെ പേര് പുറത്തേക്ക് പറയുക തന്നെ ഇല്ല. പറയില്ല എന്ന് മാത്രമല്ല, പറഞ്ഞാൽ കുറ്റവുമാണ്. അതേസമയം പുരുഷന്റെ എല്ലാ വിവരം ഉണ്ടാവും ചെയ്യും. ഇപ്പൊ തന്നെ അടുത്തൊരു കേസ് കണ്ട് 19കാരി 16കാരനെ പോയിട്ട് പീഡിപ്പിച്ചു. ആ സ്ത്രീയുടെ പേരോ നാടോ വീടോ ഒന്നുമില്ല, ഫോട്ടോ പോലും ഇല്ല. അതേസമയം ഒരു ആണാണ് ചെയ്തതെങ്കിൽ എത്ര ചെറിയ പ്രായക്കോട്ടെ നേരെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പൊ ഈ ഒരു സമ്പ്രദായവും അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. ഈ സ്ത്രീയുടെ ഫോട്ടോ കൊടുക്കാത്തതുപോലെ പേര് കൊടുക്കാത്തതുപോലെ തന്നെ പുരുഷന്മാരുടെയും കൊടുക്കാൻ പാടില്ല. ഏതുവരെ? കോടതി വിധി വരുന്നത്. കോടതി പറയണം ഇന്ന ആള് കുറ്റക്കാരനാണ്, എന്നാൽ മാത്രമേ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്ത്രീകളുടെയും പിന്നെ മറച്ചു വെക്കാൻ പാടില്ല. കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെയും ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണിക്കണം. അതാവുമ്പോൾ പിന്നെ തുല്യതയാണല്ലോ. അതാണല്ലോ സ്ത്രീ പുരുഷ തുല്യത എന്ന് പറയുന്നത്. അല്ലാതെ ഈ പുരുഷന്മാരെ മാത്രം എപ്പോഴും വേട്ടക്കാരൻ പറഞ്ഞ് നടന്നൊരു കാര്യമില്ലല്ലോ. സ്ത്രീകൾ എപ്പോഴും മാലാഖമാരും പാവങ്ങളും ഒന്നും അറിയാത്ത എട്ടും പൊട്ടും തീരാത്ത ആൾക്കാർ പറഞ്ഞ് നടന്നൊരു കാര്യമൊന്നുമില്ല. അപ്പൊ അതിലൊക്കെ തന്നെ തുല്യത വരണം എന്നാണ് ഈ രാഹുൽ ഈശ്വർ പറയുന്നത്. അത് ന്യായവുമാണ്. അത് കേട്ടപ്പോൾ പിന്നെ അസഹനീയമായതുകൊണ്ട് തന്നെ പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത് പുരുഷന്മാരിലെ ക്രിമിനൽസിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് തള്ളി പറിക്കുകയാണ്. അടുത്ത് കേട്ട് നോക്കാം. ഒരു ഒറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. താങ്കളുടെ ചാനലിലും ന്യൂസ് 18 മലയാളത്തിലും നിങ്ങളൊരു പോള് നടത്തുക. ആ പോള് നടത്തി പുരുഷ കമ്മീഷൻ വേണ്ടേ എന്നൊരു പോള് നടത്തുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരും പുരുഷ കമ്മീഷനെ സപ്പോർട്ട് ചെയ്യും. പോളൊന്നും വേണ്ട രാഹുൽ. ഇത് ഈ ചർച്ചയുടെ താഴെ തന്നെ നമ്മൾ നോക്കിയാൽ ചിലപ്പോൾ ഇതുപോലുള്ള കമന്റുകൾ കാണും. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള എന്ത് വിഷയം ചർച്ച നടത്തിയാലും രാഹുലിനെ പോലെ സമാന മനസ്കരായ ഇഷ്ടംപോലെ ആളുകൾ അങ്ങനെ വിടുകയാണ് പതിവ്. താങ്കൾ ചാനൽ ചർച്ചകളിൽ പറയുമ്പോഴും അങ്ങനെ മൈൻഡ് ചെയ്യാതെ വിട്ടു. പക്ഷെ താങ്കൾ ഇപ്പോൾ നല്ല ഫെമിനിസ്റ്റുകൾക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഈ രാഹുൽ ഈശ്വർ ഇല്ലായിരുന്നെങ്കിൽ പിന്നെ ഈ പുരുഷ കമ്മീഷൻ വരില്ലല്ലോ, സ്ത്രീകൾക്കെതിരെ ശബ്ദമുയർത്താൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നല്ല സുഖമാണ്. അപ്പൊ ഈ രാഹുൽ ഈശ്വറിനോടുള്ള ഈ ഒരു കലിപ്പുണ്ടല്ലോ, ഈ കലിപ്പ് ശരിക്ക് പ്രകടമായിട്ട് തന്നെ വായിൽ കൂടെ വരുന്നുണ്ട്. എന്താണ് രാഹുൽ ഈശ്വർ പറയുന്നത്? ഇതേ ചാനലിൽ ഒരു പോള് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടേ, അതിൽ ഭൂരിഭാഗം ആൾക്കാരും പുരുഷ കമ്മീഷൻ വേണം എന്നാണ് പറയുക, സ്ത്രീകൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ അതിപ്പോൾ പോള് നടത്തേണ്ട ആവശ്യമില്ല. ഇപ്പൊ തന്നെ കാണുന്നുണ്ട് കുറെ എണ്ണം രാഹുൽ ഈശ്വറിന്റെ അതേ മനസ്ഥിതിയുള്ളവർ വന്നിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, സ്വന്തം പ്രേക്ഷകരെ പോലും ഇവർക്ക് ഒരു വിലയില്ല. എന്നുവെച്ചാൽ ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിന് അനുകൂലമായി സംസാരിച്ചാൽ മാത്രമാണ് മാന്യന്മാരാവുള്ളൂ, അല്ലാത്തവരൊക്കെ ക്രിമിനൽസ് ആണ്. എന്താ മനസ്ഥിതി അല്ലേ? അടിപൊളി. രാഹുൽ ഈശ്വറിനെ ഞാൻ ചാനൽ ചർച്ചകളിൽ കാണുന്നതൊക്കെ തന്നെ എവിടെയൊക്കെ ബലാത്സംഗം ചെയ്ത പുരുഷന്മാരുണ്ടോ, എവിടെയൊക്കെ ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ദിലീപിനെ പോലുള്ള നടൻ, ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാ ചാനലിലും മുന്നിലുണ്ട്. അവർക്ക് ഇടപെടല് ഞാൻ സംസാരിച്ചു കഴിഞ്ഞാൽ താങ്കൾ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരാളെ റേപ്പിസ്റ്റ് എന്ന് വിളിച്ചാൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നതിന് വിളിച്ച ഇടപെടും. ബലാത്സംഗത്തിന് ദിലീപ് കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളത് ഇവിടെ എല്ലായിടത്തും മാധ്യമങ്ങളിൽ വന്നാണ്. പോലീസ് വെറുതെ അല്ലാതെ 190 ദിവസം പിടിച്ചിട്ട് ജയിലിട്ടത്. ഇവരൊക്കെയാണ് നിയമത്തെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്പിനാരായണൻ 50 ദിവസം ജയിലിൽ കിടന്നില്ലേ? നമ്പിനാരായണൻ ചാരനായോ? എന്ത് ലോജിക്കാണ് മാഡം? നമ്പിനാരായണൻ അതിന് രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ദിലീപിനെ നമ്പിനാരായണൻ തമ്മിൽ താരതമ്യപ്പെടുത്തി. നമ്പിനാരായണനെ എനിക്കറിയാം, നേരിട്ട് കണ്ടിട്ട് പോലുമില്ല. എനിക്ക് വ്യക്തിപരമായി അറിയുന്ന ആളാണ്. ഇതേപോലെ അപക്വമായ അറിവുള്ളവരാണ്. ദിലീപ് 90 ദിവസം ജയിലിൽ കിടന്നില്ല, അതുകൊണ്ട് കുറ്റവാളിയാണ്. മാധ്യമങ്ങളിലെല്ലാം വന്നു ഞാൻ പറഞ്ഞില്ല. അതൊക്കെയാണ് ഫെമിനിസ്റ്റ്. ഞങ്ങൾക്ക് സന്തോഷമാണ്. ദിലീപ് കുറ്റവാളി അല്ലാന്ന് കോടതി വിളിച്ചോ? ദിലീപ് കുറ്റവാളിയല്ല എന്ന് രാഹുൽ പല ചാനലുകളിൽ കുറ്റവാളിയാണെന്ന് വിളിച്ചോ? ഇനി കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ് ഗിൽറ്റി എന്നൊരു ന്യായമെങ്കിലും എനിക്കുണ്ട്. ദിലീപ് കുറ്റവാളിയാണെന്ന് പറയാൻ എന്ത് അധികാരമാണ് നിയമത്തിനുള്ളത്?
രേണുക തടഞ്ഞോ? ദിലീപ് കുറ്റവാളിയാണെന്ന് പറഞ്ഞപ്പോൾ താങ്കളെ എവിടെയൊക്കെയാണ് ഏതൊക്കെ ചർച്ചകളിലാണ് പറയായിരുന്നു. ഇതിനു വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ, ഇതിനു വേണ്ടിയാണ് പുരുഷ കമ്മീഷൻ. കണ്ടല്ലേ, വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അതായത് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ വേറെ ആരും പറയാൻ ധൈര്യപ്പെടാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തും ഫെമിനിസ്റ്റുകൾ വാദിച്ച് ജയിച്ച് പോകാറാണ്. ഇതിപ്പോ ഈ രാഹുൽ ഈശ്വർ ഇങ്ങനെ എതിർത്ത് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കലിപ്പ്. അവിടെ 4-5 ഫെമിനിസ്റ്റുകൾ ഒന്നിച്ചിരിക്കുന്നുണ്ട് മാന്താൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് മാന്താണ്. അപ്പോൾ കൃത്യമാണ്, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് പുരുഷ കമ്മീഷൻ വേണം എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയില്ലേ? എന്നുവെച്ചാൽ പുരുഷന്മാരെ കോണർ ചെയ്യുക, തോൽപ്പിക്കുക, ബഹളം കൂട്ടി ഓടിക്കുക, നിയമത്തിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തുക, ജയിലിലാക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഒരു സമൂഹം തന്നെയാണ് ഈ ഇന്ത്യയിലുള്ളത്. വേറൊരു സംശയമില്ലായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ട പുരുഷന്മാർക്കും ന്യായം പറയാൻ, നീതി പറയാൻ, അവർക്ക് തുല്യത കൊണ്ടുവരാൻ, അവർക്ക് ധൈര്യം പകരാൻ ഒരു കമ്മീഷൻ വേണം. അതാണ് പുരുഷ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് എത്ര കുരുപൊട്ടിയിട്ടും കാര്യമില്ല, എത്ര മാന്തിയിട്ടും കാര്യമില്ല, അത് വന്നിരിക്കും, അത് വരണം എന്നുള്ളത് ഇന്നത്തെ സമൂഹത്തിന്റെ ആവശ്യമാണ്. വന്നിട്ടില്ലെങ്കിലായിരിക്കും ഏറ്റവും വലിയ അന്യായം സംഭവിക്കുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.